ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്ക് സർവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധാ. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രങ്ങളായിട്ട് ഇന്ന് തിയേറ്ററിലോട്ടെത്തിയ ബോളിവുഡിൽ നിന്ന് റിലീസിലെത്തിയ ദുരന്തർ 2, അവിടെ തെലുങ്കിൽ നിന്നും പവൻ കല്യാൺ കേന്ദ്ര കഥാപാത്രമെത്തിയ ഉസ്താദ് ഭഗത് സിംഗ്, അവിടെ മലയാളത്തിൽ നിന്നും ജയസൂര്യ കേന്ദ്ര കഥാപാത്രമെത്തിയ ആട് 3 തുടങ്ങിയ സിനിമകളുടെ എല്ലാം തന്നെ ആദ്യ കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 2026 ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രങ്ങളിലൊന്നായിരുന്നു രൺവീർ സിംഗ് കേന്ദ്ര കഥാപാത്രമെത്തിയ ദുരന്തർ പാർട്ട് 2 എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട്. എന്തൊക്കെയാണ് ദുരന്തർ ദി റിവെഞ്ച് എന്ന് പറയുന്ന സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിനെ കീഴടക്കുന്ന കാഴ്ചയാണ് റിലീസിനെത്തി ആദ്യ മണിക്കൂറുകൾ മുതൽ നമുക്ക് കാണാൻ സാധിച്ചത്. പ്രീസെയിൽ ഇന്ന് വരെ ഒരു ഇന്ത്യൻ സിനിമ കണ്ടിട്ടില്ലാത്ത ബുക്കിംഗാണ് ചിത്രം സ്വന്തമാക്കിയത്. എന്തൊക്കെയാണ് സകല റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ടാണ് ചിത്രം മുന്നേറുന്നത്. ആദ്യത്തെ ദറായിരുന്നു ഈ ഒരു സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യ ഭാഗത്തിലേക്ക് അപേക്ഷിച്ച് ഒരുപാട് താരങ്ങൾ പുതിയതായിട്ട് എത്തുകയും ആദ്യത്തേക്കാൾ മികച്ച ഒരു ബുക്കിംഗ് സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് ചിത്രത്തിൻ്റെതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 150 കോടിക്ക് മുകളിലുള്ള കളക്ഷനും ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് 137 കോടിക്ക് മുകളിലുള്ള കളക്ഷനും സ്വന്തമാക്കിയതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് നാളെയോടുകൂടി തന്നെ ചിത്രത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് ഒഫീഷ്യൽ കണക്കുകൾ പുറത്തുവിടുന്നതായിരിക്കും. അതോടൊപ്പം ഇന്ന് തെലുങ്കിൽ നിന്നും റിലീസിനെത്തിയ ചിത്രമായിരുന്നു പവൻ കല്യാൺ കേന്ദ്ര കഥാപാത്രമെത്തിയ ഉസ്താദ് ഭഗത് സിംഗ് എന്ന് പറയുന്ന സിനിമ. ഹാഷിഷ് കല്യാൺ ഒരുക്കിയ ഈ ഒരു സിനിമയിൽ നായികയായിട്ട് ശ്രീലീല, അതോടൊപ്പം രാക്ഷി ഖന്ന തുടങ്ങിയവരായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. 150 കോടിക്കടുത്ത് തുക ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ചിത്രം ഇപ്പോഴത്തെ ആദ്യ ദിനം റെക്കോർഡ് കളക്ഷൻ തന്നെ തെലുങ്ക് ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു തെലുങ്ക് സിനിമയ്ക്ക് കിട്ടാവുന്ന മാക്സിമം ഓപ്പണിംഗ് തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചു. ഏകദേശം 25 കോടി രൂപയാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും സമ്മിശ്ര അഭിപ്രായങ്ങൾ മാത്രമാണ് ഈ ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ വീക്കെൻഡ് കഴിയുമ്പോൾ തന്നെ ചിത്രം ബോക്സ് ഓഫീസിൽ തകരുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. അതോടൊപ്പം ഇന്ന് മലയാളത്തിൽ നിന്നും ആട് 3 എന്ന് പറയുന്ന സിനിമ റിലീസിനെത്തിയിട്ടുണ്ടായിരുന്നു. മലയാളികൾക്ക് ഇതിനോടൊപ്പം തന്നെ സുപരിചിതമായിട്ട് മാറിയ കഥാപാത്രങ്ങളാണ് ആട് സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും. ഷാജി പാപ്പനും അറക്കിലബുവും സാത്താൻ സേവ്യറും ശശിയാശാനും സർബത്തുൽ ഷമീറും തുടങ്ങി ഓരോ വന്നു പോകുന്ന എല്ലാ കഥാപാത്രങ്ങളും സിനിമാ പ്രേമികൾ ഇന്ന് ഓർത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ആട് 3 ഇന്ന് തിയേറ്ററിലോട്ട് എത്തിയപ്പോൾ കേരളം ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞതിന് ശേഷം മികച്ച റെസ്പോൺസ് കൂടി വന്നതോടുകൂടി തന്നെ ചിത്രത്തിന്റെ ബുക്കിംഗ് കുതിച്ചു വരികയായിരുന്നു. വർക്കിംഗ് ഡേ ആയിട്ട് പോലും ചിത്രം ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി. 2026 മലയാള സിനിമാ പ്രേമികൾ ഇത്രയധികം ഒരു കാത്തിരുന്ന ഒരു സിനിമ ഇല്ലെന്ന് തന്നെ തോന്നി. പ്രീസെയിലൂടെ മാത്രം 3.5 കോടി രൂപ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയപ്പോൾ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിന് 7 മുതൽ 8 കോടി രൂപ വരെ സ്വന്തമാക്കിയതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം 15 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ആദ്യ ദിനം സ്വന്തമാക്കുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പ്രകാരം അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ നാളെ രാവിലെ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. കാത്തിരിക്കാം ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾക്കായിട്ട്. അപ്പോൾ ഈ 3 ചിത്രങ്ങൾ അവരവരുടെ ഭാഷയിലെത്തി അതിൽ ദുരന്തർ 2 വേൾഡ് വൈഡ് തരംഗമായിട്ട് മാറുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ആട് 3യും അതോടൊപ്പം തെലുങ്ക് ബോക്സ് ഓഫീസിൽ പവൻ കല്യാൺ ചിത്രം ഉസ്താദ് ഭഗത് സിംഗ് മാറുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കാം വരും ദിവസങ്ങളിൽ ആരൊക്കെ ബോക്സ് ഓഫീസിൽ വീഴുമെന്നും ആരൊക്കെ റെക്കോർഡ് കളക്ഷൻസ് സ്വന്തമാക്കുന്ന അറിയാൻ വേണ്ടി.